ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ഇടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്സ് അയക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പാവയ്ക്ക തോരൻ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചില കറികളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് പാവയ്ക്ക നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുക്കാനുള്ള മടിയുകൊണ്ട് ഞാൻ ചോപ്പറിലിട്ട് കുഞ്ഞു കുഞ്ഞു ഇതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാബേജോ ക്യാരറ്റോ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പറിയില്ല. കുഞ്ഞു കുട്ടികൾക്ക് പോലും കഴിക്കാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ പാവയ്ക്ക തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചോപ്പറിലിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അത്തി വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവോളയും അതുപോലെ തന്നെ ഒരു തുണ്ട് ഇഞ്ചി മാത്രം. അപ്പോൾ ഞാൻ പച്ചമുളക് ഇതിലിട്ട് ചോപ്പ് ചെയ്യുന്നില്ല, എരിവ് കൂടുമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് കീറി ഇടുകയാണ്. പിന്നെ ഇഞ്ചി ഉള്ളി മാത്രമാണ് ചോപ്പറിലിട്ട് അരിയണത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ വയ്ക്കുക. പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഉണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക. എനിക്ക് കടുക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കടുക് ഒഴിവാക്കിയിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. ഈ നേരത്തെ എണ്ണ തിളച്ച് വരുമ്പോൾ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ സവാളയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ബ്രൗണിഷ് കളറൊന്നും ആവേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ പച്ചമുളകും കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞളും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം. ഇത് സോട്ട് ചെയ്ത് വരുന്ന നേരം കൊണ്ട് നമ്മുടെ ഇത് പാവയ്ക്കത്തോരൻ റെഡി ആവാറായിട്ടോ. ഇനി പാവയ്ക്ക ചെറുതാക്കി അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കട്ടെ. എല്ലാ ഭാഗവും ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരേപോലെ നമുക്ക് എല്ലാ ഭാഗവും വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു ടിപ്പാണ്. ഇനി ഇത് നാളികേരം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കൂടുതൽ നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കയ്പ്പിനൊക്കെ ഒരു കുറവ് കിട്ടും. പിന്നെ ഒന്നും കൂടി പൊത്തി വയ്ക്കുന്നുണ്ട്, നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഒട്ടും തന്നെ വെള്ളമെല്ലാം നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.